ഇന്ന് നമുക്ക് സോഫ്റ്റ് ഇഡ്ഡലി തയ്യാറാക്കാനുള്ള മാവ് അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുതിർത്ത ഉഴുന്നിൽ നിന്നും വെള്ളം മാറ്റിയ ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഐസ് ക്യൂബ്സ് ചേർത്ത് അരച്ചെടുക്കണം. ഇനി മാവ് ഒഴിച്ചു വെക്കുന്ന പാത്രത്തിൽ ജലത്തിൻ്റെ അംശം ഒട്ടുമേ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമതായിട്ട് വേണം അരിയും ഉലുവയും ചോറും കൂടെ അരച്ചു കൊടുക്കാൻ. ഉഴുന്നരച്ച അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ബാക്കിയുള്ള ഐസ് ക്യൂബ്സും ഉഴുന്ന് കുതിർത്ത വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ശേഷം കൈ വെച്ച് ഇതുപോലെ 2 മിനിറ്റ് നേരം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ബീറ്റ് ചെയ്ത മാവ് നമുക്ക് മൂടി വയ്ക്കാം. ഇനി മാവിൻ്റെ പാത്രം മറ്റൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച ശേഷം ആ വെള്ളത്തിലേക്ക് വേണം ഈ മാവിൻ്റെ പാത്രം ഇതുപോലെ ഇറക്കി വയ്ക്കാൻ. ഇനി രാവിലെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പോലെ മാവ് പൊങ്ങി വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി സ്റ്റീമറിലേക്ക് ഒഴിച്ച് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതേ മാവ് കൊണ്ട് തന്നെ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. ചൂടായ ദോശത്തവയിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ച് കനം കുറച്ച് ഇതുപോലെ പരത്തിയെടുത്ത് കുറച്ച് നെയ്യും കൂടെ തൂവിയാൽ നല്ല സോഫ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള ദോശ കിട്ടും.